നമസ്കാരം. പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിലയേറിയ സമയം ഒട്ടും പാഴാക്കാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വ്യക്തമായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. ഈ പഠനങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പിഴവുകൾ അഥവാ ബയസ്. അതെ, കെണികൾ. ഈ ബയസ് എന്ന് പറഞ്ഞാൽ വെറുമൊരു അക്ഷരത്തെറ്റല്ല, അല്ലേ? ഒരിക്കലുമല്ല. അത് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയിലുള്ള ഒരു ഘടനാപരമായ പിഴവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ഒരു പട്ടണത്തിലെ ആളുകൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം എന്നറിയാൻ ഒരു കോഫി ഷോപ്പിൽ മാത്രം സർവേ നടത്തിയാൽ കിട്ടുന്ന ഉത്തരം പോലെയാണത്. ആ ഉത്തരം എന്തായാലും കോഫിക്ക് അനുകൂലമായിരിക്കും. ഉറപ്പായും. പ്രധാനമായും 3 തരം ബയാസുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, സെലക്ഷൻ ബയാസ്, അതായത് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലെ പിഴവ്. ശരി. 2, ഇൻഫർമേഷൻ ബയാസ്, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിലെ പിഴവ്. ഓക്കെ. 3, കൺഫൗണ്ടിംഗ് ബയാസ്, അതായത് ഒരു മൂന്നാമത്തെ ഘടകം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നമുക്ക് ആദ്യത്തേതിൽ നിന്ന് തുടങ്ങാം. സെലക്ഷൻ ബയാസ്. ഇതിൽ തന്നെ ഇൻസിഡന്റ് കേസുകളും പ്രിവലന്റ് കേസുകളും തമ്മിലൊരു പ്രശ്നമുണ്ടല്ലോ. അതെ, പുതിയതായി രോഗം സ്ഥിരീകരിച്ചവരെ, അതായത് ഇൻസിഡന്റ് കേസുകളെ പഠിക്കുന്നതാണോ അതോ നിലവിൽ രോഗമുള്ള പ്രിവലന്റ് കേസുകളെ പഠിക്കുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രോഗകാരണം കണ്ടെത്താനാണ് പഠനമെങ്കിൽ പുതിയ കേസുകളെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതെന്താ അങ്ങനെ? കാരണം നമ്മൾ നിലവിലുള്ള കേസുകളെയാണ് പഠിക്കുന്നതെങ്കിൽ ഒരുപക്ഷേ നമ്മൾ കണ്ടെത്തുന്നത് രോഗം വരാനുള്ള കാരണങ്ങളായിരിക്കില്ല. പിന്നെ എന്തായിരിക്കും? ആ രോഗത്തെ അതിജീവിച്ചവരുടെ, സർവൈവേഴ്സിന്റെ സ്വഭാവങ്ങളായിരിക്കും. പെട്ടെന്ന് മരണം സംഭവിക്കുന്ന രോഗങ്ങളാണെങ്കിൽ ഈ പ്രശ്നം വളരെ വലുതാണ്. ഓ, അത് ശരിയാണല്ലോ. രോഗം വന്ന് പെട്ടെന്ന് മരിച്ചുപോയവർ നമ്മുടെ പഠനത്തിലുണ്ടാകില്ല. അതെ, ഇതിനെയാണ് പ്രെവലൻസ് ഇൻസിഡൻസ് ബയാസ് അല്ലെങ്കിൽ സെലക്റ്റീവ് സർവൈവൽ ബയാസ് എന്ന് പറയുന്നത്. ഇനി കൺട്രോളുകളെ തിരഞ്ഞെടുക്കുന്നതിലെ പ്രശ്നങ്ങൾ. അതിന് റെയ്മണ്ട് പേളിന്റെ 1929 ക്ഷയരോഗ പഠനം ഒരു മികച്ച ഉദാഹരണമാണെന്ന് തോന്നുന്നു. വളരെ നല്ലൊരു ഉദാഹരണമാണ്. അദ്ദേഹം ക്യാൻസർ രോഗികളുമായി താരതമ്യം ചെയ്യാൻ കൺട്രോളുകളായി തിരഞ്ഞെടുത്തത് ആശുപത്രിയിൽ മരിച്ച മറ്റു രോഗികളെയായിരുന്നു. ഒറ്റനോട്ടത്തിൽ അതൊരു എളുപ്പവഴിയായി തോന്നും. പക്ഷെ അതൊരു വലിയ കെണിയായിരുന്നു. അദ്ദേഹത്തിന്റെ പഠനത്തിൽ ക്യാൻസർ രോഗികളിൽ ക്ഷയരോഗം കുറവാണെന്ന് കണ്ടു. എന്നിട്ട് ക്ഷയരോഗം ക്യാൻസറിനെ പ്രതിരോധിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം. കൊള്ളാം. പക്ഷേ അതെങ്ങനെയൊരു പിഴവായി? പ്രശ്നം ഇതായിരുന്നു. അക്കാലത്ത് ക്ഷയരോഗം ബാധിച്ച് ധാരാളം ആളുകൾ ആശുപത്രിയിൽ അഡ്മിറ്റാകുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത കൺട്രോൾ ഗ്രൂപ്പിൽ ക്ഷയരോഗികളുടെ എണ്ണം ജനസംഖ്യയിലെ ശരാശരിയേക്കാൾ വളരെ കൂടുതലായിരുന്നു. ഓ, അപ്പോ ആ കൺട്രോൾ ഗ്രൂപ്പ് തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പായിരുന്നു. അതെ, ആ അസാധാരണ ഗ്രൂപ്പുമായി താരതമ്യം ചെയ്തപ്പോൾ ക്യാൻസർ രോഗികൾക്ക് ക്ഷയരോഗം കുറവാണെന്ന് തോന്നിപ്പോയതാണ്. ഇതിനെ അഡ്മിഷൻ റേറ്റ് ബയസ് അഥവാ ബെർഗ്സൺസ് ബയസ് എന്ന് വിളിക്കുന്നു. ഇത് വളരെ സൂക്ഷ്മമായ ഒരു പിഴവാണല്ലോ. പാൻക്രിയാറ്റിക് ക്യാൻസറും കാപ്പിയും തമ്മിലുള്ള ബന്ധം പഠിച്ച മക്മൊഹന്റെ പഠനവും ഇതുപോലെ ശ്രദ്ധേയമാണല്ലേ? അതെ, അവിടെയും പ്രശ്നം കൺട്രോൾ ഗ്രൂപ്പായിരുന്നു. ക്യാൻസർ രോഗികളെ ചികിത്സിച്ച അതേ ഡോക്ടർമാരുടെ മറ്റു രോഗികളെയാണ് അവർ കൺട്രോളുകളായി തെരഞ്ഞെടുത്തത്. അതിലെന്നായിരുന്നു പ്രശ്നം? പാൻക്രിയാറ്റിക് ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ മിക്കവാറും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുകളാകാം. ശരി. അവരുടെ മറ്റു രോഗികൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളുണ്ടാകാം. അങ്ങനെയുള്ളവരോട് ഡോക്ടർമാർ എന്തായിരിക്കും ഉപദേശിച്ചിട്ടുണ്ടാവുക? കാപ്പി ഒഴിവാക്കണം. അതെ. അപ്പോൾ ആ കൺട്രോൾ ഗ്രൂപ്പിലെ കാപ്പിമുടി പൊതുജനങ്ങളെക്കാൾ സ്വാഭാവികമായും വളരെ കുറവായിരിക്കും. ഓ, എനിക്ക് കാര്യം പിടികിട്ടി. അപ്പോൾ കേസുകൾ കൂടുതൽ കാപ്പി കുടിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് കൺട്രോളുകൾ അസാധാരണമായി കുറച്ചു കുടിക്കുന്നത് കൊണ്ടാണ് ആ വ്യത്യാസം വന്നത്. വീണ്ടും തെറ്റായ താരതമ്യം. കൃത്യം. ഇതാണ് സെലക്ഷൻ ബയസ്. ഇനി അടുത്ത ബയസിലേക്ക് പോകാം. ഇൻഫർമേഷൻ ബയസ്. നമ്മൾ ശരിയായ ആളുകളെ തിരഞ്ഞെടുത്തു, പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ തെറ്റാണെങ്കിൽ എന്തു ചെയ്യും? അതാണ് ഇൻഫർമേഷൻ ബയസ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റീകോൾ ബയസ് അല്ലെങ്കിൽ മെമ്മറി ബയസ്. ഓർമ്മയുടെ പ്രശ്നങ്ങൾ. അതെ, രോഗമുള്ളയാൾ ഒരു കേസ് സ്വാഭാവികമായും എനിക്കെന്തുകൊണ്ടിത് വന്നു എന്ന് ചിന്തിച്ച് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വല്ലാതെ ശ്രമിക്കും. എന്നാൽ രോഗമില്ലാത്ത ഒരാൾ കൺട്രോൾ അത്ര കാര്യമായി ഓർത്തെടുക്കണമെന്നില്ല. ഇല്ല. ഉദാഹരണത്തിന്, ജന്മനാ വൈകല്യമുള്ള ഒരു കുട്ടിയുടെ അമ്മ ഗർഭകാലത്തുണ്ടായ ചെറിയൊരു പനി പോലും കൃത്യമായി ഓർത്തുവച്ചേക്കാം.
ശരിയാണ്. കാരണം അവർ ആ ഓർമ്മകളെ കുട്ടിയുടെ അവസ്ഥയുമായി എങ്ങനെയെങ്കിലും ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കും. എന്നാൽ ആരോഗ്യമുള്ള കുട്ടിയുടെ അമ്മ അത് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവാം. അപ്പോ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ കേസുകളിൽ എക്സ്പോഷർ കൂടുതലാണെന്ന തെറ്റായ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിയേക്കാം. അതെ. മറ്റൊന്നാണ് ഇന്റർവ്യൂവേഴ്സ് ബയസ്. ചോദ്യം ചോദിക്കുന്നയാൾ കാരണമുണ്ടാകുന്ന പ്രശ്നം. അതെ. ചോദ്യം ചോദിക്കുന്നയാൾക്ക് ആരാണ് കേസ്, ആരാണ് കൺട്രോൾ എന്നറിയാമെങ്കിൽ അവർ അറിയാതെ തന്നെ കേസുകളോട് കൂടുതൽ വിശദമായി ചോദിക്കാനും കൺട്രോളുകളോട് ഉപരിപ്ലവമായി ചോദിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ. ഇനി ഏറ്റവും തന്ത്രപരമായ ബയസിലേക്ക് വരാം. കൺഫൗണ്ടിംഗ് ബയസ്. ബയസ് ഡ്യൂ ടു കൺഫൗണ്ടിംഗ്. അതെ. ഇത് പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കും. നമ്മൾ പഠിക്കുന്ന എക്സ്പോഷറും രോഗവും തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥ കാരണം ഒരു മൂന്നാമത്തെ ഘടകമായിരിക്കും. ഏറ്റവും നല്ല ഉദാഹരണം ഐസ്ക്രീമും മുങ്ങിമരണവുമാണ്. അത് കേട്ടിട്ടുണ്ട്. ഐസ്ക്രീം വിൽപ്പന കൂടുമ്പോൾ മുങ്ങിമരണവും കൂടുന്നു. അപ്പോൾ ഐസ്ക്രീമാണോ കാരണം? അല്ല. അല്ല. യഥാർത്ഥ കാരണം ചൂടുകാലമാണ്. ചൂട് കൂടുമ്പോൾ ആളുകൾ കൂടുതൽ ഐസ്ക്രീം കഴിക്കുകയും കൂടുതൽ കുളിക്കാൻ പോവുകയും ചെയ്യുന്നു. ഇവിടെ ചൂടാണ് കൺഫൗണ്ടർ. അപ്പോ ഈ കൺഫൗണ്ടർ നമ്മുടെ എക്സ്പോഷറുമായും ബന്ധപ്പെട്ടിരിക്കും, ഔട്ട്കമുമായും ബന്ധപ്പെട്ടിരിക്കും. അതെ. അങ്ങനെയാണ് അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോ ഈ ബയസുകൾ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? മാച്ചിങ് എന്നൊരു രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉണ്ട്. കേസുകളും കൺട്രോളുകളും തമ്മിൽ പ്രായം, ലിംഗം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മാച്ചിങ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? 2 തരത്തിലുണ്ട്. ഗ്രൂപ്പ് മാച്ചിങ്, ഇൻഡിവിജ്വൽ മാച്ചിങ്. അതായത് 45 വയസ്സുള്ള ഒരു കേസ് എടുത്താൽ ഏകദേശം അതേ പ്രായത്തിലുള്ള ഒരാളെ കൺട്രോളായി എടുക്കുന്നത്. അത് നല്ലതല്ലേ? താരതമ്യം എളുപ്പമാവില്ലേ? ആണ്. പക്ഷേ അവിടെ ഒരു അപകടമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഘടകത്തിനു വേണ്ടി മാച്ച് ചെയ്താൽ പിന്നീട് ആ ഘടകം രോഗകാരണമാണോ എന്ന് പഠിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? ഉദാഹരണത്തിന്, നമ്മൾ വിവാഹിതരാണോ അല്ലയോ എന്നതിന് മാച്ച് ചെയ്തു എന്ന് കരുതുക. അപ്പോ കേസുകളിലും കൺട്രോളുകളിലും വിവാഹിതരുടെ അനുപാതം നമ്മൾ തുല്യമാക്കി. ശരി. പിന്നെങ്ങനെ വിവാഹവും രോഗവും തമ്മിലുള്ള ബന്ധം പഠിക്കാൻ സാധിക്കും? നമ്മൾ ആ ബന്ധം തുടക്കത്തിലേ ഇല്ലാതാക്കിയില്ലേ? ഓ, അത് ശരിയാണ്. നമ്മൾ എന്തിനാണോ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആ കാര്യത്തിൽ മാച്ച് ചെയ്യാൻ പാടില്ല. അതെ. ചിലപ്പോ ഒരു കേസിന് ഒന്നിലധികം കൺട്രോളുകളെ ഉപയോഗിക്കാറുണ്ടല്ലോ. എന്തിനാണത്? ഒരു കാരണം പഠനത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പവർ വർദ്ധിപ്പിക്കാനാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പവർ. അതായത് ചെറിയൊരു ബന്ധം പോലും കണ്ടെത്താനുള്ള പഠനത്തിന്റെ കഴിവ്. സാധാരണയായി ഒരു കേസിന് 4 കൺട്രോളുകൾ വരെ ഉപയോഗിക്കുമ്പോൾ പ്രകടമായ മാറ്റം കാണാം. മറ്റ് കാരണങ്ങളുണ്ടോ? ഉണ്ട്. വ്യത്യസ്ത തരം കൺട്രോളുകളെ ഉപയോഗിച്ച് ബയസുകൾ പരിശോധിക്കാൻ. ഉദാഹരണത്തിന്, കുട്ടികളിലെ ബ്രെയിൻ ട്യൂമർ പഠനത്തിൽ സാധാരണ കുട്ടികളെയും മറ്റ് ക്യാൻസറുകളുള്ള കുട്ടികളെയും കൺട്രോൾ ഗ്രൂപ്പുകളായി ഉപയോഗിച്ചു. റീകോൾ ബയസ് പോലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനിത് സഹായിക്കും. കൊള്ളാം. ഈ കേസ് കൺട്രോൾ ഡിസൈനിന്റെ ഒരു പ്രത്യേക വകഭേദമുണ്ടല്ലോ, കേസ് ക്രോസ്ഓവർ ഡിസൈൻ. അത് വളരെ ബുദ്ധിപരമായൊരു ഡിസൈനാണ്. പെട്ടെന്നുണ്ടാകുന്ന രോഗാവസ്ഥകൾ, അതായത് ഹൃദയാഘാതം പോലുള്ളവ പഠിക്കാനാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ ഓരോ രോഗിയും അവരുടെ സ്വയം കൺട്രോളായി വർത്തിക്കുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ ഹൃദയാഘാതം വന്ന ഒരാളുടെ രോഗം വരുന്നതിന് തൊട്ടു മുമ്പുള്ള കാലയളവിലെ അറ്റ് റിസ്ക് പീരിയഡിലെ ഒരു എക്സ്പോഷർ, ഉദാഹരണത്തിന് വായുമലിനീകരണത്തിന്റെ തോത്, അദ്ദേഹത്തിന്റെ തന്നെ മുൻപുള്ളൊരു സാധാരണ കാലയളവിലെ കൺട്രോൾ പീരിയഡിലെ തോതുമായി താരതമ്യം ചെയ്യുന്നു. ഓ, അപ്പോൾ ഒരാളെ മറ്റൊരാളുമായിട്ടല്ല, അയാളുടെ തന്നെ 2 വ്യത്യസ്ത സമയങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അതെ. ഇത് വ്യക്തിപരമായ സ്ഥിരമായ ഘടകങ്ങളെ, അതായത് ജനറ്റിക് ഫാക്ടേഴ്സ് പോലുള്ളവയെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അത് വളരെ മികച്ചൊരു ഐഡിയ ആണല്ലോ. അപ്പോ കേസ് കൺട്രോൾ പഠനങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ രൂപകൽപ്പന, സാധ്യതയുള്ള പിഴവുകൾ, എപ്പോഴാണത് ഉപയോഗപ്രദമാകുന്നത് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതെ. ഓർക്കേണ്ട പ്രധാന കാര്യം, ഒരു പഠനവും കുറ്റമറ്റതല്ല എന്നതാണ്. ഈ ബയസുകളെക്കുറിച്ച് അറിയുന്നത് ഗവേഷണ ഫലങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനും ശരിയായി വ്യാഖ്യാനിക്കാനും നിങ്ങളെ സഹായിക്കും. കൂടുതൽ മാർക്ക് നേടാനും സഹായിക്കും. തീർച്ചയായും. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഏതെങ്കിലും ആരോഗ്യവാർത്ത വായിക്കുമ്പോൾ, ഉദാഹരണത്തിന് കാപ്പി ക്യാൻസറിന് കാരണമാകുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക മരുന്ന് അപകടകരമാണ് എന്നൊക്കെ കാണുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക, ഈ നിഗമനത്തിലെത്താൻ അവരുപയോഗിച്ച പഠനം ഏതായിരിക്കും? അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഏതെങ്കിലും ബയസുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകുമോ?
നിങ്ങളുടെ സ്വന്തം ബയസ് ഡിറ്റക്ടർ ഉപയോഗിച്ച് ആ വാർത്തയെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കൂ. അതൊരു നല്ല ചിന്തയാണ്. ശാസ്ത്രീയമായ അറിവുകളെ കണ്ണുമടച്ചു വിശ്വസിക്കാതെ അതെങ്ങനെ കണ്ടെത്തിയെന്നുകൂടി ചിന്തിക്കുക.